കുറേ നാളായിട്ട് എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ എന്നോട് ചോദിക്കാറുള്ളതാണ്, നീ എന്ത് തരം എണ്ണയാണ് ഉപയോഗിക്കാറ് നിൻ്റെ മുടി നന്നായിട്ട് വളരാനെന്ന്. എന്ന് വെച്ചാൽ എനിക്ക് പനങ്കോല പോലെ മുടിയൊന്നുമില്ല, പക്ഷെ എന്നാലും അത്യാവശ്യം മുടിയൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങിയാലോ? ഏകദേശം എനിക്കൊരു 4 വയസ്സുള്ളപ്പോൾ മുതൽ കാച്ചിയ എണ്ണയാണ് ഉപയോഗിക്കാറ്. അതുകൊണ്ട് തന്നെ എൻ്റെ മുടി നല്ല കറുപ്പുള്ളതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയറാണ്. നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഒട്ടുമിക്ക ഇൻഗ്രീഡിയൻസും ഇവിടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള വെളിച്ചെണ്ണ അടക്കം ഇവിടെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വേപ്പിലയാണ്. വേപ്പില നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് തരുന്ന ഒന്നാണ്. പിന്നെ വേണ്ടത് പനിക്കൂർക്കയാണ്. പനിക്കൂർക്ക അല്ലെങ്കിൽ കഞ്ഞിക്കൂർക്ക എന്നൊക്കെ പറയും. ഈ കഞ്ഞിക്കൂർക്കയുടെ ഇല നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ എടുത്ത് മാറ്റുക. ഇതിൻ്റെ മൂത്തതല്ലാത്ത ബാക്കി ചള്ളായിട്ടുള്ള തണ്ടൊക്കെ നമുക്കിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളും നമ്മളുടെ മുടിക്ക് വളരെയധികം നല്ലതായിട്ടുള്ളതാണ്. കഞ്ഞിക്കൂർക്ക ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് ജലദോഷം പോലത്തെ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നൊരു കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിയേക്കണേ. അടുത്തത് വേണ്ടത് ചുവന്ന ചെമ്പരത്തിയുടെ ഇലയാണ്. ചുവന്ന ചെമ്പരത്തിയുടെ ഇല വെച്ചിട്ട് പണ്ട് കാലങ്ങളിൽ ആളുകളൊക്കെ മുടി വാഷ് ചെയ്തിരുന്നത് താളി ഉണ്ടാക്കിയിട്ടാണ്. ഇപ്പോൾ പിന്നെ എല്ലാവരും എളുപ്പത്തിന് വേണ്ടി സോപ്പാണ് ഉപയോഗിക്കുന്നത്. ഈ ചെമ്പരത്തിയുടെ ഇല കൊണ്ടുള്ള താളി ഉണ്ടാക്കി നമ്മൾ ഇടയ്ക്കൊക്കെ മുടി വാഷ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടുന്നതാണ്. അടുത്തത് വേണ്ടത് തുളസിയുടെ ഇലയാണ്. തുളസിയുടെ ഇലയും അതിൻ്റെ കതിരും നമുക്കിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് വേണ്ടത് മൈലാഞ്ചി ഇലയാണ്. മൈലാഞ്ചി ഇല ഹെന്ന പൗഡറൊക്കെ യൂസ് ചെയ്യുന്നവർക്കറിയാം, മൈലാഞ്ചി ഇല വളരെ നല്ലതാണ് നമ്മുടെ ഹെയറിന്. അടുത്തത് വേണ്ടത് കറ്റാർവാഴ ജെല്ലാണ്. കറ്റാർവാഴ ജെല്ല് എടുക്കാൻ അറിയാത്തവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. കത്തി ഉപയോഗിച്ച് 2 സൈഡ് മുറിച്ച് മാറ്റിയതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ അടർത്തി മാറ്റിയാൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ അതിൽ നിന്നത് വിട്ട് കിട്ടുന്നതാണ്. ഞാൻ ഇത്രയധികം കറ്റാർവാഴ ജെല്ലാണ് എടുത്ത് മാറ്റിയിട്ടുള്ളത്. നിങ്ങൾ ഉണ്ടാക്കുന്നത് എത്രയാണോ വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ കറ്റാർവാഴ ജെല്ല് എടുക്കാൻ ശ്രമിക്കുക. അടുത്തത് വേണ്ടത് ചുവന്ന ചെമ്പരത്തിയുടെ പൂവാണ്. ഞാനൊരു 10 ചെമ്പരത്തിയുടെ പൂവ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നെല്ലിക്കയാണ്. നെല്ലിക്ക കുറച്ച് ഉണങ്ങിയ നെല്ലിക്ക ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് മാത്രമാണ് പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളൂ. എല്ലാതും നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുക്കുക. പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുക്കാൻ കറ്റാർവാഴ ജെല്ല് ഉപയോഗിക്കാവുന്നതാണ്. വെള്ളമൊന്നും ആരും ഒഴിക്കരുത് അരക്കുമ്പോൾ. ഇതുപോലെ നന്നായി അരച്ചെടുത്തതിന് ശേഷം നിങ്ങൾ ഏത് ഉരുളിയിലാണോ അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണോ എണ്ണ ഉണ്ടാക്കുന്നത് അതിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഓരോ ബാച്ച് അരച്ചെടുക്കുക. ഈ കളറ് കണ്ട് നിങ്ങളാരും ഞെട്ടണ്ട, ഇത് ഞാൻ നെല്ലിക്ക മാത്രമായിട്ട് അരച്ചെടുത്തതാണ്. ഇതിലോട്ട് കുറച്ച് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ നീരിറക്കം പോലത്തെ അസുഖങ്ങൾ ഇല്ലാതിരിക്കും. പിന്നെ കുറച്ച് ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക, നല്ല ജീരകം. ജീരകം ഇട്ട് കഴിഞ്ഞാൽ എണ്ണയ്ക്ക് നല്ലൊരു സ്മെല്ലാണ് അത് മൂത്ത് കഴിയുമ്പോൾ. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന എണ്ണ എത്രയാണോ വെച്ചാൽ അത്രയും എണ്ണ പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുക. എപ്പോഴും പാത്രത്തിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ 1/4 ഭാഗം ആക്കിയിട്ട് ഒഴിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ എണ്ണ തിളച്ച് തുടങ്ങുമ്പോൾ പുറത്തോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും 1/4 ഭാഗം ആക്കിയിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഒരു ചട്ടുക എടുത്തിട്ട് നന്നായിട്ട് ഈ അരപ്പും എണ്ണയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് തന്നെ മിക്സായി കഴിഞ്ഞാലാണ് നമുക്കിത് നല്ല രീതിയിൽ റെഡി ആയിട്ട് വരുള്ളൂ. ഓരോരുത്തരും അവരവരുടേതായ സ്റ്റൈലിലാണ് എണ്ണ ഉണ്ടാക്കാറ്. എൻ്റെ സ്റ്റൈൽ ഇങ്ങനെയാണ്. ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ എണ്ണ ഉണ്ടാക്കിയിട്ടാണ് ഉപയോഗിക്കാറ്. ഞാൻ എപ്പോഴും അടുപ്പിലാണ് എണ്ണ ഉണ്ടാക്കാറ്. ഗ്യാസിൻ്റെ മുകളിൽ ഉണ്ടാക്കണോണ്ടും കുഴപ്പമില്ല, പക്ഷേ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാകുമ്പോൾ എപ്പോഴും അടുപ്പത്ത് ഉണ്ടാക്കുകയാണ് നല്ലത്. ഇനി എന്താ, അടുപ്പ് കത്തിക്കുക. അടുപ്പ് കത്തിക്കാൻ ആർക്കും അറിയാത്തതൊന്നും ഉണ്ടാവില്ലല്ലോ. അടുപ്പ് കത്തിച്ചതിന് ശേഷം അടുപ്പിലോട്ട് ഇത് വെച്ചിട്ട് ഇനിയാണ് പണി വരുന്നത്. ഇതുവരെ ചെയ്തതൊന്നുമല്ല പണി, ഇനിയാണ് ശരിക്കുള്ള പണി കിടക്കുന്നത്. ഇനി നമ്മൾ സവാള ഗിരിഗിരി പറഞ്ഞ പോലെ എണ്ണ ഇളക്കലോടെ ഇളക്കി കൈയിൻ്റെ ഊപ്പാട് ഇളക്കി തുടങ്ങുമ്പോൾ മനസ്സിലാവും ഏകദേശം എണ്ണ പാകമായി വന്നിട്ടുണ്ട് എന്നുള്ളത്. കൈ വിടാതെ ഇളക്കി കൊടുക്കണം, എന്നാൽ മാത്രമേ ഇത് നല്ല ഗുണത്തിലും നല്ല മണത്തിലും കിട്ടുള്ളൂ. ഞാൻ ഏകദേശം ഒരു 5 കിലോൻ്റെ അടുത്ത് എണ്ണ എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കി വെക്കാറ്. അതാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണ്ടല്ലോ. പിന്നെ ഒരു തവണ ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് 2 ദിവസത്തേക്ക് കൈ റെസ്റ്റ് എടുക്കാൻ മാത്രമുള്ള ഒരു പെയിനൊക്കെ ഉണ്ടാകും ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ. എണ്ണ നല്ല രീതിക്ക് ചൂടായി വന്നിട്ടുണ്ട്. ഇതുപോലെ കുമിളകൾ വന്ന് തുടങ്ങുമ്പോൾ തൊട്ട് നമ്മൾ ഇളക്കി തുടങ്ങണം. നമ്മൾ ഇളക്കാതിരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ അതിൻ്റെ കീടനുണ്ട്. അത് അടിഞ്ഞു കൂടിയിട്ട് അത് ചിലപ്പോൾ കരിയാൻ ചാൻസ് ഉണ്ട്. കരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണവും മണമൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മൾ കൈ വിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി അവസാനം എണ്ണയുടെ കളറും ഒക്കെ ഇങ്ങനെ മാറി വരും.
ഒരു മണൽത്തരി പോലെ ആയി തുടങ്ങും. അതിൻ്റെ ആ കീടനൊക്കെ ഇങ്ങനെ ഒരു മണൽത്തരി പോലെ ആയി തുടങ്ങുമ്പോൾ നമ്മുടെ എണ്ണ പാകമായി എന്നാണ് അതിനർത്ഥം. എണ്ണ റെഡിയായി കഴിഞ്ഞാൽ ഒരു ഡാർക്ക് ഗ്രീൻ കളറിലാണ് ഉണ്ടാവുക. കണ്ടോ, ഇത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറിലാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ ആയി കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലാണ് ഈ എണ്ണയ്ക്ക് ഉണ്ടാവുക. ഇനി എന്താ, നമ്മൾ എണ്ണ ചൂടാറി കഴിഞ്ഞതിന് ശേഷം കുപ്പിയിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിയേക്കണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.